ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു ടോയ് റിവ്യൂ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇന്നിപ്പം പിള്ളേരെ സ്കൂളിലോട്ട് പോയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ സാധാരണ ഇരിക്കാറില്ല. എനിക്ക് വല്ലയിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത. എനിക്കിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കണം, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഇരിക്കലങ്ങനെ കുറവാണ് സത്യം പറഞ്ഞാൽ ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പക്ഷേ മഴയൊക്കെ കാണുമ്പോഴും നമ്മൾ യു പിയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ടേ ഭയങ്കര സങ്കടമുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ ആൾക്കാർ പോകുന്ന, വീടുകളൊക്കെ ഒലിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ വളരെ പ്രയാസങ്ങളല്ലേ. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനല്ല, അതൊന്നും പറ്റത്തില്ല. എന്നാലും കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഷീറ്റൊന്നും അങ്ങനെ നാശമായിട്ടില്ല. പക്ഷേ പിള്ളേരുടെയും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. അവർ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോളുടെ ബെഡ് ഏകദേശം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോനാണെങ്കിൽ അവനെങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അവനങ്ങനെ ഷീറ്റ് വിരിക്കാനും നമ്മുടെ പുതപ്പ് മടക്കാനൊന്നും അറിയത്തില്ല. അപ്പം അവനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ മോളുടെ ബെഡിൽ അവൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ എന്നാലും നമ്മുടെ സമാധാനത്തിന് നമ്മളമ്മമാരങ്ങനെയാണല്ലോ, എല്ലാത്തിനും നമ്മളെ കൈ ചെല്ലണം എന്നുള്ളൊരു സ്വഭാവമല്ലേ നമുക്ക്. പക്ഷേ അത് നല്ലതും അല്ല കേട്ടോ. എല്ലാം നമ്മുടെ തലയിൽ കൂടി ഓടണം എന്ന് പറയുന്നത് എത്ര നല്ല കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിള്ളേരും ചെയ്യട്ടെ അല്ലേ. വീട്ടിൽ ആരൊക്കെയാണുള്ളത് അവരവരുടെ കാര്യങ്ങൾ അവരോട് ചെയ്യട്ടെ എന്നും കൂടി നമ്മൾ വിചാരിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു പക്ഷം. പക്ഷേ മനുഷ്യനല്ലേ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളല്ലേ, നമ്മളെ കൈ ചെന്നാലേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. അതിന് മാറ്റണം. അപ്പം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറയുന്നത് നീർദോശയാണ്. നീർദോശ ഞാൻ ആദ്യമായിട്ടിട്ട് ഉണ്ടാക്കണേ. എൻ്റെ പൊന്നു, ഇത്ര എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഈയിടെയാണ് കേട്ടോ എനിക്ക് എൻ്റെ റെസിപ്പി കിട്ടിയത്. എൻ്റെ പൊന്നു, നല്ല അപാര ടേസ്റ്റുമാണ്, തന്നെയല്ല ഈസി ആയിട്ട് പരിപാടി കഴിയുകയും ചെയ്യും. ഒട്ടും സമയം നമുക്ക് വേസ്റ്റ് ആവത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ ഇന്ന്. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയാൽ മതിയായിരുന്നു, വേറെ കുക്കിങ്ങൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയിട്ടേച്ച് ഓടി വരുവാണെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 10-ാം തീയതി കൊടുത്തു വേണ്ട വർക്കായിരുന്നു. ഇതിപ്പോൾ 11-ാം തീയതിയാണ് കേട്ടോ വ്ളോഗ് ചെയ്യണേ. അപ്പോഴും നമ്മുടെ വർക്ക് തീർന്നിട്ടില്ല. അത് കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ വർക്ക് തീർത്ത് കൊടുക്കേണ്ട അത്യാവശ്യമുള്ളത് കാരണം ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ വന്നിട്ട് ഈ വർക്കിനിരിക്കുകയാണ്. മഴയും അതുപോലെ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ കട്ടൻ ചായ ഇട്ട് കുടിക്കാനുള്ളൊരു മടി, ഇതെന്ന് വെച്ചാൽ കിച്ചൺ വരെ പോകണ്ടേ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 മണിയായി, 2:30 ആയിട്ടോ. പിള്ളേർ വരാറാകുമ്പോഴത്തേനും അവർക്ക് ചായക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ഇതിപ്പം 8 ബ്രെഡുണ്ട്. അപ്പോൾ ആ 8 ബ്രെഡ് ഒന്ന് എടുത്ത് വെച്ചു. ഇനിയിപ്പം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പായി പോയിട്ട് ഈ ബ്രെഡിൻ്റെ ഷേപ്പ് തന്നെ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടക്കച്ചവടം. ഇത് കണ്ടോ, ഒരെണ്ണം അങ്ങനെ സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഒരു മുയലിൻ്റെ ഷേപ്പിൽ. ഞാൻ മുയലിനെ ഒന്ന് ചാടിച്ച് നോക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും മുയലിൻ്റെ ഷേപ്പില്ലേ, 2 ചുവന്ന കണ്ണും കൂടെ വെച്ചെടുത്താൽ കറക്റ്റായിട്ട് മുയലിൻ്റെ ഷേപ്പായിരിക്കും. അപ്പോൾ ഒന്ന് ചാടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഷേപ്പാണ് ബ്രെഡ്. അപ്പോൾ ചില ബ്രെഡ് കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത്. അപ്പോൾ അതൊന്നും കളയണ്ട കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ ഈ കട്ട്ലേറ്റ്. ശരിക്കും പറഞ്ഞാൽ ബ്രെഡാണെന്നൊന്നും ആരും പറയത്തില്ല. അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ടേസ്റ്റിയുമാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ വെജിറ്റബിൾ കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ടേസ്റ്റൊക്കെ. അപ്പോൾ നമ്മൾ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ, കൈ വെച്ച് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുക. അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബാക്കി നമ്മുടെ സൈഡ്, അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം, അതൊന്ന് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പം ഇത്രയും പൊടിയുടെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തേക്കാം, അടുത്ത ദിവസം കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ എടുത്തൊന്നും വെച്ചില്ല. നമ്മൾ മുട്ട മുക്കുമ്പോഴത്തേനും അത് മൊത്തം പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തില്ല. ഇനി 2 സവാള നമ്മൾ ചോപ്പ് ചെയ്തെടുത്തു, ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തു. ആദ്യം ചോപ്പറിൽ എടുക്കാനുള്ള മടിക്കൊക്കെ ചോപ്പർ എടുക്കാണ്ട് കൈവച്ചൊക്കെ നോക്കി, പിന്നെ വിചാരിച്ച് ചോപ്പർ എടുത്ത് 2 വലിച്ച എളുപ്പമായാലും. അപ്പോൾ അങ്ങനെ നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് 2 മുട്ടയാണ് കേട്ടോ എടുത്തേക്കണം. 2 മുട്ട ഉപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ട് അടിച്ച് വെച്ച് ഇനിയിപ്പോൾ സവാളയ്ക്കകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക, ലേശം ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോഴല്ല, മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം ആണ് ഗരം മസാലപ്പൊടി. അപ്പോൾ അത് വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഓർത്തേ. പക്ഷേ പിന്നെ നോക്കിയപ്പോഴാണ് വീഡിയോ ഓഫായിരുന്നു കേട്ടോ.
അപ്പോൾ ഗരം മസാലയും പിന്നെ അതുപോലെ തന്നെ ലേശം മുളക് പൊടി ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്തേച്ച് അപ്പോൾ ആവശ്യമുള്ളത് നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥിരം ഉണ്ടാക്കണമല്ലേ, ഇതുപോലെ മസാലയ്ക്ക് ഉപയോഗിക്കണമല്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ആ മുട്ടയൊക്കെ ഒന്ന് പകുതി വേവാകുമ്പോഴത്തേക്കില്ലേ, പകുതി വേവല്ല ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബ്രെഡ് പൊടിച്ച് വെച്ചേക്കുന്നത് അങ്ങോട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ, പക്ഷേ മല്ലിയില ഞാൻ ഇട്ടില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ബ്രെഡൊന്ന് ചൂട് കയറി വെച്ചാൽ മതി. ഇനിയിപ്പം നമുക്കൊന്നുമില്ല, ഇനിയിപ്പം എന്നാ നമ്മൾ ഈ ബ്രെഡും വെന്തതാണ്, അതുപോലെ മുട്ടയും സവാള എല്ലാം വെന്തിരിക്കുകയാണല്ലോ. സവാള അങ്ങോട്ട് ഒത്തിരി ഫ്രൈ ആക്കണ്ട, ഒരു പകുതി വേവ് ആയാൽ മതി കേട്ടോ. പിന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഉള്ളി എണ്ണയിലിട്ടല്ലേ വറക്കണേ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഒന്ന് നല്ലപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്നതൊക്കെ പോലെ നമ്മളിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കട്ടോ. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കുഴക്കുകയല്ല, എന്നാലും ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കണം എല്ലാം കൂടി. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ പരത്തി എടുക്കുക കേട്ടോ. ഏത് ഷേപ്പ് വേണമെങ്കിലും, ഇപ്പോൾ ഹാർട്ട് വേണോ അല്ലെങ്കിൽ സ്ക്വയർ വേണോ റൗണ്ട് വേണോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം ഞാനിപ്പോൾ റൗണ്ടാണ് കേട്ടോ ചെയ്യണത്. സമയം ഇപ്പോൾ 3:15 പിള്ളേർ വന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേന് വഴറ്റി വെച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ പിള്ളേരെ വിളിക്കാൻ പോയി. അതിന് അവർ വന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഉരുട്ടി പരത്തിയൊക്കെ റെഡിയാക്കിയതാണ്. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ മുട്ടവെള്ളയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉഷാറാണ്. നമ്മുടെ ചായയും ഈ കട്ട്ലേറ്റ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ നല്ല വൈബാണ് കേട്ടോ. മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡിയായി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കടയിൽ പോകണമായിരുന്നു. എക്സോ മേടിക്കാനാണ് കേട്ടോ പോകണത്. ഇവിടെ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് എപ്പോഴും പിള്ളേർ ഈ ആക്ടിവിറ്റി കിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണും. അതിന് 1000 രൂപയാണ് കേട്ടോ അതിൻ്റെ വലുതിന് വില. ഞാൻ പറയും ഈ പ്രാവശ്യം ഇല്ല, ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരും കേട്ടോ സാധാരണ. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി, ഞാൻ കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി, എന്നാ നിങ്ങൾക്ക് അത് വാങ്ങിച്ചു തരാൻ ഞാൻ പൈസ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോയി. പിന്നെ പറയണോ, ഒന്നും പറയണ്ട. പിന്നെ പൊരിക്കത്തില്ല, അമ്മ വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ട്. അങ്ങനെ വാശിയല്ല, പക്ഷേ അമ്മ വാങ്ങിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവരെയും കൊണ്ട് പോയിട്ട് ഈ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഇത് ഏജ് 3+ ആണ്. ഇതുപോലത്തുള്ള സംഭവമാണ് കേട്ടോ ഇതിൻ്റെ പുറം ഭാഗം. ക്രിയേറ്റിവിറ്റി കിറ്റ് എന്നാണ് പറയുന്നത്. ഇതിന് വില എന്ന് പറയുന്നത് 400 സംതിങ് ആണെന്ന് തോന്നുന്നു, 350-60 ആട്ടെയാണ്. ഇതിനകത്ത് 10 ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഓരോ നമ്മുടെ പേപ്പറില്ലേ, ഈ കളർ പേപ്പർ 2 പീസ് കാണും. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുള്ള ഓരോരോ പേപ്പർ കട്ടിങ്സും അതിനകത്ത് കാണും. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ആ ഒരു ഇതും തന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയോ ഫസ്റ്റത്തെ കിറ്റ് മാത്രമേ ഞാൻ തുറന്ന് നോക്കിയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ വെള്ള കവറിൽ ഇതുപോലെ 2 കളർ ഷീറ്റ്, 2 സെറ്റ് ഉണ്ടാക്കാനുള്ളതുണ്ട്. 2 കളർ ഷീറ്റ്, അതുപോലെ തന്നെ കാറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാനുള്ള കാറിൻ്റെ ടയറും അതുപോലെ ബോഡിയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് വന്നേക്കുന്നത്. അങ്ങനെ ഓരോന്നും. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. 10 എണ്ണേ ഉള്ളൂ. വലിയ പെട്ടെന്ന് തന്നെ ചെയ്ത് തീരും, പക്ഷെ എന്നാലും കുറച്ച് നല്ലതാണ് കേട്ടോ. കുറച്ച് ക്രിയേറ്റീവായിട്ട് മക്കൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് കേട്ടോ ഞാനിത് അവർക്ക് കൊടുത്തത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പക്ഷേ വില എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടുതലാണ്. ഇത് സത്യം പറഞ്ഞാൽ 320 ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേന് അങ്ങനെ ആവണതായിരിക്കും. അപ്പോൾ ഇതിലിങ്ങനെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ കണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ ലേഡി ബഗില്ലേ അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കണ്ണൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും വെക്കാൻ പറ്റിയ കണ്ണെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇനിയിപ്പോൾ കണ്ണില്ലെങ്കിൽ നമുക്ക് മറ്റേ ടാബ്ലറ്റിൻ്റെയൊക്കെ ആ ഒരു റൗണ്ട് മുറിച്ചെടുത്തിട്ട് ഒരു ബ്ലാക്ക് പേപ്പറും കൂടി ഇട്ട് കൊടുത്താൽ റൗണ്ടിലിട്ട് കൊടുത്താൽ കണ്ണായി. കണ്ണുണ്ടാക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ണെടുക്കും, നിങ്ങൾക്ക് തരൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാലും ഈ ഒരു സംഭവം പിള്ളേർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ.